2024 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. മികച്ച നടനായി ആരെ തിരഞ്ഞെടുക്കും? അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. 2024 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം പ്രഖ്യാപിക്കാനിരുന്ന അവാർഡ് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ അടുത്ത മാസത്തേക്ക് നീട്ടുകയാണ് ചെയ്യുന്നത്. 2024 മികച്ച നടനായി മമ്മൂട്ടിയും പൃഥ്വിരാജുമാണ് കൊമ്പ് കോർക്കുന്നത്. മമ്മൂട്ടിയുടെ കാതൽ ദി കോർ റുഷാഖ് എന്ന ചിത്രവും പൃഥ്വിരാജ് സുകുമാരന്റെ ആടുജീവിതവും തമ്മിലാണ് പൊരിഞ്ഞ യുദ്ധം. ഇതിൽ ആര് വിജയിക്കും എന്നത് നമുക്ക് കണ്ടറിയാം. കഴിഞ്ഞ വർഷം മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിയായിരുന്നു നേടിയത്. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടി നേടിയപ്പോൾ തൊട്ടു പിന്നിൽ കുഞ്ചാക്കോ ബോബൻ അടിപതറുകയായിരുന്നു. എന്നാൽ താൻ കേസുകോട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു കുഞ്ചാക്കോ ബോബൻ ഫൈനൽ റൗണ്ടിലെത്തിയത്. 2024 വരുമ്പോൾ പൃഥ്വിരാജും മമ്മൂട്ടിയും വീണ്ടും കടുത്ത മത്സരം നടക്കുകയാണ്. ആരായിരിക്കും ഒടുവിൽ വിജയിക്കുക? മമ്മൂട്ടിയാണോ? അങ്ങനെയെങ്കിൽ കണ്ടിന്യൂസ് ആയി 2ാം തവണ മമ്മൂക്ക സ്റ്റേറ്റ് അവാർഡ് അടുപ്പിച്ച് നേടുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ടാകും. കൂടാതെ നാഷണൽ അവാർഡിലും മമ്മൂട്ടി തന്നെയാണ് ഫൈനൽ റൗണ്ടിലുള്ളത്. അതിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയുമാണ് കടുത്ത മത്സരം കാഴ്ചവെക്കുന്നത്. ഒരുപക്ഷെ 2024 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നാഷണൽ ഫിലിം അവാർഡും സ്വന്തമാക്കുന്ന ഏക നടൻ മമ്മൂട്ടിയായി മാറുമോ എന്നതും നമുക്ക് കാത്തിരുന്ന് കാണണം. അങ്ങനെയെങ്കിൽ മമ്മൂട്ടിക്ക് മറ്റൊരു റെക്കോർഡ് കൂടിയാണ് ലഭിക്കുന്നത്. ഒരേ വർഷം സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ലഭിക്കുന്ന ആദ്യ നായകനായി മമ്മൂക്ക മാറും. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. ആരായിരിക്കും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിലും നാഷണൽ ഫിലിം അവാർഡിലും വിജയിക്കുക?